ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. എവിടെ പോണേന്ന് വെച്ചാൽ കോഴിക്കോട്. ഞങ്ങൾ ആദ്യം മൂന്നാർ പോകാമെന്നാണ് വിചാരിച്ചത്. അത് പിന്നെ മാറി, പിന്നെ വർക്കല പോകാമെന്നാക്കി, പിന്നെ അതും മാറി. നമ്മൾ എന്നും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫൈനലിൽ എത്തണത് കോഴിക്കോട് പോവാം. കാരണം കോഴിക്കോട് കുറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള, ഇവർക്ക് ഇഷ്ടമുള്ള. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് അവിടെ പോകാമെന്ന് വിചാരിക്കണം. അപ്പം ഞാനും പീഹും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ട് നാളെ വരുള്ളൂ. അങ്ങനെ നമുക്ക് ഒരുമിച്ച് പോവാം. ടാറ്റാ. ഇരുപതെണ്ണം വലിച്ചിട്ടിരിക്കും. കോഴിക്കോടെത്തി ഗൈസ്. നേരെ പോയി ഫുഡ് കഴിക്കാൻ മുന്നേ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ. ഞങ്ങൾ എപ്പോൾ കോഴിക്കോട് വന്നാലും മിസ് ചെയ്യാറില്ലാത്തൊരു സ്ഥലമാണ് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ. കുറേ ഹേറ്റേഴ്സ് ഉണ്ട്, എന്തിനാ എനിക്കറിയില്ല. ഞങ്ങൾ എപ്പോൾ വന്നാലും നല്ല കിഡിലും ബീഫ് ബിരിയാണി കിട്ടാറ്. കാണിച്ചു തരാട്ടാ. ഈ ഓട്ടോ ഇങ്ങനെ അവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അത് നല്ലൊരു കാഴ്ചയാണ്. ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഞാനിവിടെ വന്നിട്ട് ബൈക്ക് റെൻറ്റിലെടുക്കാനായിരുന്നു, സ്കൂട്ടർ റെൻറ്റിലെടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ ലൈസൻസ് വീട്ടിൽ എടുത്തില്ല. ഒറിജിനൽ ലൈസൻസ് ഇല്ലാണ്ട് എവിടെ നിന്ന് കിട്ടില്ല. കുറേ സ്ഥലത്ത് വിളിച്ചു നോക്കി. പിന്നെ ലൈസൻസ് ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് തരാമെന്ന് പറഞ്ഞു. അവിടെ ഒടുക്കത്തെ റെൻറ്റ്. എന്താ നമുക്ക് നമ്മുടെ ഓട്ടോ അല്ലേ, കോഴിക്കോട് ഓട്ടോ ചേട്ടന്മാർ. ഹേറ്റേഴ്സിനേക്കാൾ കൂടുതൽ ഫാൻസും ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി, ദാറ്റ് വാസ് കുറ്റിച്ചിറ ബിരിയാണി ഗൈസ്, ദ ബെസ്റ്റ്. നല്ലൊരു സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തേക്കണേ. ഇതുണ്ട്, ഇതൊരു കുഞ്ഞൊരു മോളാണ്, അഡ്രസ് മോൾ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയിക്കാറില്ല. ഇപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഓട്ടോ ഉണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ ഹൈവിൻ. നല്ല രസമുള്ളൊരു ഹോട്ടൽ. ഓ കീട് അവിടെ ഇവിടെ പീഹു ഒരു ടാലന്റഡ് ഗേൾ തന്നെ. കൊള്ളാം. ഇനി നമ്മൾ മൂന്നാർ പോകാൻ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഈ പ്ലാൻ മാറ്റിയത് തന്നെ AC റൂമിൽ വെറുതെ എടുക്കാം. റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലാട്ടോ നമ്മൾ. അതുകൊണ്ട് എല്ലാ ട്രെയിനും ഇതുവഴി പോകുന്നത് നമുക്ക് എണ്ണിക്കൊണ്ടിരിക്കാം. കോപ്പിറൈറ്റ്. കോഴിക്കോട് അത് തവന്നെ കണ്ടു ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ സമയം എത്ര 6:45. ശരിയാ, ഫുഡ് ട്രിപ്പിനൊക്കെ വന്നതാ. പക്ഷെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഉറക്കം വന്ന് ഞാൻ കിടന്നുറങ്ങി. പീഹു എന്തിരനിരുന്ന് കണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ മൊവാന 2 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് രാത്രി 10 മണിക്കത്തെ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മോളിലൊരു തിയേറ്ററിൽ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒന്നും കൂടി യൂട്യൂബിൽ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഇരുന്ന് കണ്ട് അങ്ങനെ ഇത്ര സമയമായി. ഇനി ഞങ്ങൾ ഒരു ഷെയ്ക്കോ ലൈറ്റായിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് SM സ്ട്രീറ്റിലേക്ക് പോകണം. മിഠായി തെരുവിലെ SM സ്ട്രീറ്റ്. അതിൽ SMൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇത് എനിക്കറിയണ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ആർക്കും അങ്ങനെ അറിയാറില്ല ഉത്തരം. ഞാൻ എവിടെ നിന്നാ കേട്ടതെന്ന് എനിക്ക് മറന്നുപോയി. ശരിക്കും SMൻ്റെ ഫുൾ ഫോം അറിയണവർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ. പക്ഷെ ഞാൻ ഇപ്പോൾ പറയാം. പിന്നെ ഇപ്പോൾ പറയാനാ, സ്വീറ്റ് മീറ്റില്ലേ, ഇറച്ചി. അപ്പോൾ ഈ പണ്ട് ബ്രിട്ടീഷുകാരായിരിക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യക്കാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അവർ ഹലുവ കാണുമ്പോൾ
സ്വീറ്റ് മീറ്റ് പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്, മീറ്റിൻ്റെ നെയ്യില്ലേ അതുപോലെ സ്വീറ്റായിട്ടിരിക്കുന്ന സാധനം എന്നുള്ളത്, അതാണ് മിഠായി തരും. അപ്പം ഇങ്ങനെ പുതിയ പുതിയ ജനറൽ നോളജൊക്കെ വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അഡ്രസ് മോളില്ലേ, അതിൻ്റെ അകത്തൊരു സ്റ്റോർ, ഇയറിങ്സ് സ്റ്റോർ. എൻ്റെ റബ്ബേ, എന്നെ പിയു അങ്ങോട്ട് കയറ്റണില്ല, കയറ്റിയാൽ ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഞാനിങ്ങനെ കടയിൽ കയറി ഗൈസ്, എന്തൊരു ഭംഗി കമ്മലുകൾ കാണാൻ. എനിക്ക് എൻ്റെ വായിന്ന് വെള്ളം വരും. Very good. ലൈറ്റായിട്ടൊരു പ്ലേറ്റ് ഷവർമയും ചോക്ലേറ്റ് ഷേക്കും കുടിച്ചിട്ട് SM സ്ട്രീറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, കടയൊക്കെ അടച്ചു തുടങ്ങി. സമയം 8:30 കുറേ ഉണ്ട്. ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങിക്കുന്നു. ഒരു കമ്മല് വേണ്ട, കമ്മല് വേണ്ട. നല്ല നമ്മൾ SM സ്ട്രീറ്റിൽ പോയി. എനിക്കൊരു ഡ്രസ്സ്, ഇവക്കൊരു ഷർട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ഞങ്ങൾ മോനെ കാണാൻ ബ്ലൂ ഡയമണ്ട് മോളിലെ തിയേറ്ററിലെത്തി. ഈ തിയേറ്റർ വൺ സീൻ സൂപ്പർ അല്ലേ, സൂപ്പർ. ഇതിൻ്റെ അകത്ത് എത്ര ഭംഗി. എന്നിട്ട് 3 ചുരിദാർ വാങ്ങിച്ചോ? കള്ളം പറയണ്ട. എങ്കിലും ആ 3 പെണ്ണുങ്ങളുടെ പേര് പറ. ആ തിയേറ്ററിൻ്റെ റെസ്റ്റ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സിനിമ കണ്ട് കഴിഞ്ഞിറങ്ങി. സമയം 11:45. ഇനി ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ റൂമിൽ പോയി കിടന്നുറങ്ങിയാലോ എന്നൊക്കെ ഉണ്ട്. പക്ഷെ ബീച്ച് കണ്ടില്ലെങ്കിൽ ബീച്ച് എന്ത് വിചാരിക്കും. കോഴിക്കോട് ബീച്ച് എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ബീച്ചസ്. ഇവിടെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ കല്ലുമ്മക്കായ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു സ്റ്റോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ബീച്ചിൽ. അതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഫുഡിനായിട്ട് ഇറങ്ങി തിരിച്ചതല്ലേ, അപ്പോൾ കല്ലുമ്മക്കായ കഴിക്കാതിരിക്കുന്നത് മോശം. ഞങ്ങളില്ലേ മോസോൺ റെസ്റ്റോറൻറ്റിൽ ചിക്കൻ മദ്ബൂത്ത് കഴിക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് അത്ര വിശപ്പില്ല. വൈകിട്ട് ആ ഷേക്കും അത് കുടിച്ച കാരണം അപ്പോൾ നമ്മൾ ഹാഫാ പറഞ്ഞിരുന്നത് മാറ്റി ഒരു ക്വാർട്ടർ പാഴ്സൽ മേടിച്ചു. ഈ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ എങ്ങനെ ഇത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ. ഇതാണ് ഗൈസ് കല്ലുമ്മക്കായ. നല്ല ചൂടുണ്ടെന്ന് അവർ വാണിംഗ് തന്നായിരുന്നു, ശ്രദ്ധിച്ചില്ല. കാടമുട്ട പാട്ടൊക്കെ വെച്ച് രാത്രി കപ്പലണ്ടിയൊക്കെ സെറ്റാക്കിയിരിക്കണേ. ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോണത് മിസ്നാനാണ്. മിസ്ന, വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻസ് ഓൺ എൻ്റെ പേരെന്താ? കല്ലുമ്മക്കായ. I don't have any expectations, but I kind of have a feeling like I won't like it. എനിക്കിത് ഇഷ്ടപ്പെടൂല എന്ന് എൻ്റെ മനസ്സ് നല്ലപോലെ പറയുന്നു. ഇത് ചൂടിൻ്റെ മാത്രമല്ല, ഇത് ഭയങ്കര കട്ടിയാണ്. ഇതെങ്ങനെ കഴിക്കും? ഇതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ പീഹുവിനെ എറിഞ്ഞു കൊല്ലാം. അത്രയും കട്ടി. ഇതെങ്ങനെ കഴിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ബാക്കിയുള്ളവർ കഴിക്കുന്നത് നോക്കി ഇത് ചൂടാറിയിട്ടുണ്ട്. ഇത് ഒരു സൈഡ് പോയിട്ടില്ല. കൈമാറ്റി നമുക്ക് കളക്ട് ചെയ്ത് വെച്ചാലോ? പിന്നെ കളക്ട് ചെയ്യാൻ പറ്റിയ ഷെല്ല് കൊണ്ടുപോയി കുഴിച്ചിടും. കല്ലുമ്മക്കായ മീൻസ് കക്കർച്ചി.
വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലേ? എന്താണ് വെള്ളം പോലെ ഇരിക്കണേ? അല്ല, കുറച്ച് പഴയതായ മീൻ പൊരിച്ച മണം. മണം അങ്ങനെയാണ്. ടേസ്റ്റ് മസാലപ്പത്തിരി ഒക്കെ ഇല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ മസാലപ്പത്തിരി, അത് തന്നെ കുറച്ച് മീനിന്റെ അംശം. മസാലപ്പത്തിരി അല്ലേ? നോൺ വെജ് മസാലപ്പത്തിരി. ആ, കറക്റ്റ്. ആസ് എക്സ്പെക്റ്റഡ്. എനിക്കത്ര ഇഷ്ടമായില്ല. കുഴപ്പമില്ല. എനിക്ക് കല്ലുമക്കായും കാടമുട്ടേനേക്കാളൊക്കെ ഇഷ്ടം ഇതാ. ഓ, ഇതാണ് ഗൈസ് കോഴിക്കോട് ബീച്ച്. റൂമിൽ പോവാ. ഇതാണ് മൊസോൺ റെസ്റ്റോറൻറ്റിലെ ചിക്കൻ മദ്ഹൂത്ത്. ഇത് അവിടെയൊക്കെ വെച്ച് ടേബിളിലൊക്കെ വെച്ച് വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ വയ്യ, കഷ്ടപ്പെട്ടാണ് കഴിക്കാൻ. ഇപ്പൊ കുളിച്ചൊക്കെ കഴിഞ്ഞ് നല്ല ചൂട് വാങ്ങിച്ചിട്ട് കുറച്ച് നേരമായിട്ട് പോലും ചൂട്. കഴിച്ചോട്ടെ. കപ്സ പോലെ, നമ്മൾ വീട്ടിലുണ്ടാക്കണ കപ്സ പോലെ. കൊള്ളാം കൊള്ളാം. പിയു നിനക്ക് ഇഷ്ടാവും. കഴിച്ചോ 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 കഴിച്ചോ. കൊള്ളാം, കിടില സാധനം. ചൂടുണ്ട് ചൂടുണ്ട് കുറച്ച്. വയ്യ ഇനി എണീറ്റ് പോയി കഴിക്കാൻ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഏകദേശം 10 മണി 6. എണീറ്റിട്ട് കുറച്ച് നേരമായി. ലീവ് ഇപ്പോഴും എണീറ്റിട്ടില്ല. ഞങ്ങളുടെ പ്ലാൻ രാവിലെ 8 മണി എണീറ്റ് ഡേല ഹോട്ടലിൽ പോയി പൊറോട്ടയും ബീഫും കഴിക്കാനായിരുന്നു. പറ്റിയില്ല ഗൈസ്, പറ്റത്തില്ല. നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന പണിയല്ല ഇത്. ഇന്നലെ കുറച്ച് ക്യാരറ്റ് ഉപ്പിലിട്ട് പാഴ്സൽ മേടിപ്പിച്ചില്ലേ, അത് തന്നെയാണ് ആസ് ബ്രേക്ക്ഫാസ്റ്റ്. ഗൈസ്, ഞങ്ങൾ എസ്എൻ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോൾ ഒരു കഫേ കണ്ടു. ഞങ്ങൾക്ക് ശരിക്കും വിശക്കുണ്ടായില്ല, പക്ഷെ കഫേ കണ്ടപ്പോൾ എന്നാൽ ഒരു ഷേക്ക് കുടിച്ചാലോ എന്ന് വിചാരിച്ച് കയറി. ഞങ്ങൾ ജസ്റ്റ് ഒരു ഷേക്കേ ഉദ്ദേശിച്ചുള്ളൂ, പക്ഷെ ഇതൊരു ജയന്റ് ഷേക്കായിപ്പോയി. ഇവനെ കാണാനില്ല. പീവ് എണീറ്റെന്ന് നല്ലതാണോ? ഫ്രഞ്ച് ഫ്രൈസ് ആണോ പീവ്? ഫ്രഞ്ച് ഫ്രൈസ് വേണ്ട. ഇന്നലെ കുടിച്ചതിനേക്കാളും നല്ലതാണ്. ഇഷ്ടപ്പെട്ടു. സ്വീറ്റ് മീറ്റ് ഇതാണ് ഞാൻ പറഞ്ഞ ഫുൾ ഫോം ഓഫ് എസൻസ്. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ എസ്എൻ സ്ട്രീറ്റിൽ നിന്ന് തിരിച്ച് റൂമിൽ വന്ന് കുറച്ച് നേരം പെപ്പാപ്പിക കണ്ട് കിടന്ന്, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ റൂം ചെക്ക് ഔട്ട് ചെയ്യാൻ പോകണം. 12 മണിയായി. അത് കഴിഞ്ഞ് നേരെ ലഞ്ച് കഴിക്കാൻ പോവാം. അവിടെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണാം, എന്നിട്ട് സ്റ്റേഷനിലേക്ക് പോകും. ഓക്കെ, ചേട്ടാ. അമ്മ ഹോട്ടൽ. ഇതാണ് അമ്മ ഹോട്ടൽ. വേറൊരു അമ്മ മെസ് ഹൗസും ഉണ്ട്, പക്ഷെ നമ്മൾ അമ്മ ഹോട്ടലാണ് ചൂസ് ചെയ്തത്. ഓ മൈ ഗോഡ്, കഞ്ഞിവെള്ളം കുടിക്കാൻ തന്നു. ഇതാണ് ഇവിടുത്തെ ഫുഡ്. ഇതാണ് നെയ്മീൻ, ഇവിടെ ഐക്കോറ എന്ന് പറയാം.
ഐക്കോറ. അയ്യോ കോഴിക്കോട് മിക്ക ഇടയിലും സാമ്പാർ ഉണ്ടാവില്ല. പച്ചക്കറി എന്ന് പറഞ്ഞൊരു പച്ചക്കറി കറി, പരിപ്പ് കറിയും പിന്നെ മീൻ കറിയും പിന്നെ സൈഡ് കറിയും. പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ള മീൻ കറിയും മീൻ പൊരിച്ചതും. ഞാൻ കഴിച്ച് കഴിഞ്ഞു. ചോറ് 60 rupees, മീൻ ഐറ്റംസ് എല്ലാം അറൗണ്ട് 200. ബീഫ് കഴിച്ചു കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ കഴിച്ച അമ്മ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഗോകുലം മോൾ. നമുക്കിനി അവിടെ പോയി കുറച്ച് നേരം AC കൊണ്ടിരിക്കാം. ഇതാ ഗോകുലം മോൾ. നല്ല തണുപ്പുള്ള മോൾ. ബീഹു ഐസ്ക്രീം വാങ്ങിക്കണോ? നമ്മുടെ കോഴിക്കോടൻ ഫുഡ് ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാൻ പോണേണ്. അതിന് മുന്നേ ഡെസേർട്ട് കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പീഹുവിന് ബാസ്കിൻ റോബിൻസ് മതി. ബവേറിയൻ ചോക്ലേറ്റിൽ ആണ് പീഹുവിന്. ബവേറിയൻ ചോക്ലേറ്റ് അല്ലേ? ഇത് ഇതൊരു കയ്യിൻ്റെ അത്ര ഉണ്ട്, പക്ഷെ കാണുമ്പോൾ ചെറിയതായിട്ടിരിക്കും. ഇനി എനിക്ക് ഇങ്ങനത്തെ കോൺ ഭയങ്കര ഇഷ്ടം, വാഫിൾ കോൺ. അപ്പം അതിൽ ഞാൻ വാങ്ങിച്ചത് എന്താ, 3 ചീസ് ചോക്ലേറ്റ് വാനിലയും മിക്സ് തരും. എനിക്കിത് ഇഷ്ടമാണ് ഈ ബവേറിയൻ ചോക്ലേറ്റ്. ഹായ് എൻ്റെ വേഫിൾ കോൺ. ഹായ് കൊള്ളാം. ഇവിടെ സെൻറ്റർ സ്ക്വയറിൽ ഇറങ്ങാൻ പറ്റണ പോലെ ഈ മോളിലും കുറച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. കൊള്ളാം അല്ലേ? നോക്ക് പിയു, നല്ല രസമുണ്ട്. ബോച്ചെ ഹായ്, എവിടെയോ കണ്ടു പരിചയം. എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ അതന്നെ, ആരും കേൾക്കണ്ട. പോവാം. ഞങ്ങളിപ്പോൾ ഗോകുലം മോളിൽ നിന്ന് ഇറങ്ങാൻ പോണേണ്. നേരെ പോയി ട്രെയിനിൽ കയറുന്നു. ഇൻഷാല്ലാ ആലുവ എത്തുന്നു, വീട്ടിൽ പോകുന്നു. അതോടുകൂടി ഇന്നത്തെ ഈ പ്രാവശ്യത്തെ നമ്മുടെ കോഴിക്കോട് ഫുഡ് ട്രിപ്പ് അവസാനിക്കുകയാണ്. ക്യാമറ റൊട്ടേറ്റ് ചെയ്തിട്ട് നീയും വാ സെൽഫി. We hope you guys enjoyed our vlog. We hope you guys. Bye bye.